ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിക്കാമെന്ന മുൻ നിലപാടിൽ നിന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പിന്നോട്ട് പോവുകയാണ്. ശബരിമലയുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സംരക്ഷിക്കുമെന്നും ഇക്കാര്യങ്ങൾ സുപ്രീം കോടതിയെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുമെന്നുമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. നിലവിൽ സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ചിന് മുന്നിലുള്ള യുവതീ പ്രവേശന ഹർജിയിൽ നിയമവിദഗ്ധരുമായി കൂടിയാലോചിച്ച് പുതിയ സത്യവാങ്മൂലം സമർപ്പിക്കാൻ ആലോചിക്കുകയാണ്. ശബരിമലയുടെ ആചാരാനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്ന് തന്നെയാണ് ദേവസ്വം ബോർഡിന്റെ നിലപാടെന്ന് അയ്യപ്പ സംഗമത്തിന് മുന്നോടിയായി നടന്ന വാർത്താ സമ്മേളനത്തിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഭിപ്രായപ്പെടുകയും ചെയ്തു. പ്രശ്നം ഇപ്പോൾ സുപ്രീം കോടതിയുടെ മുന്നിലായതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ അഭിപ്രായം പറയുന്നതിന് പരിമിതികളുണ്ടെന്നും ശബരിമലയുടെ ആചാരങ്ങൾ നിയമവിദഗ്ധരുമായി ആലോചിച്ച് നിലവിൽ കേസ് പരിഗണിക്കുന്ന ഭരണഘടനാ ബെഞ്ചിന് മുന്നിൽ അവതരിപ്പിക്കുമെന്നുമാണ് സൂചന. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സംരക്ഷിക്കപ്പെടുമെന്ന് ഉറപ്പ് ലഭിച്ചാൽ മാത്രം ആഗോള അയ്യപ്പ സംഗമവുമായി സഹകരിക്കുമെന്ന് പ്രമുഖ സമുദായ സംഘടനകളായ NSSഉം SNDPയും പ്രഖ്യാപിച്ചത് സർക്കാരിന് പ്രത്യേക ഊർജം പകരുന്നതാണ്. തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുന്നതിനാൽ തന്നെ ഈ സംഘടനകളുടെ പൂർണ്ണ പിന്തുണ ഉറപ്പിക്കുന്നതിനും അവരെ പരമാവധി കൂടെ നിർത്തുന്നതും ഉദ്ദേശിച്ച് സർക്കാരിന്റെയും CPMന്റെയും നിർദ്ദേശപ്രകാരമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നിലപാട് മാറ്റമെന്നാണ് പരക്കെ പരക്കുന്ന സൂചന. അതേസമയം രണ്ടാം മോദി സർക്കാർ അധികാരത്തിലെത്തിയാൽ ശബരിമലയുടെ ആചാര സംരക്ഷണത്തിന് പാർലമെന്റിൽ പ്രത്യേക നിയമം പാസാക്കുമെന്ന് പ്രഖ്യാപിച്ച BJP ഇക്കാര്യത്തിൽ എന്ത് ചെയ്തുവെന്ന് സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കണമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആവശ്യപ്പെട്ടു. ആഗോള അയ്യപ്പ സംഗമത്തിന് രാഷ്ട്രീയമില്ല. ശബരിമല തുടർച്ചയായി സന്ദർശിക്കുന്നവരും ശബരിമലയുടെ വികസനത്തിൽ താല്പര്യമുള്ളവർക്കുമാണ് സംഗമത്തിന് പ്രവേശനം. കഴിഞ്ഞ മണ്ഡല മകരവിളക്ക് കാലത്ത് സിംഗപ്പൂർ, മലേഷ്യ എന്നീ രാജ്യങ്ങളിൽ നിന്നെത്തിയ അയ്യപ്പ ഭക്തർ അവരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ ഒരു വേദി ഒരുക്കണമെന്ന അഭ്യർത്ഥന മുന്നോട്ട് വെച്ചതിന്റെ അടിസ്ഥാനത്തിൽ അത്തരമൊരു വേദി എന്ന നിലയിലാണ് ആഗോള അയ്യപ്പ സംഗമം എന്ന ആശയത്തിലേക്ക് എത്തിയത്. ഇതിന് പിന്നിലെ പ്രധാന ഉദ്ദേശം തത്വമസി എന്ന സന്ദേശം മാനവ മൈത്രിയുടെ മാതൃകാ സങ്കേതമായ ശബരിമലയുടെ ഖ്യാതി ലോകമെമ്പാടും എത്തിക്കാൻ സാധിക്കുക എന്നതുമാണ്. ആഗോളതലത്തിൽ അയ്യപ്പ ഭക്തന്മാരിൽ നിന്ന് അഭിപ്രായങ്ങൾ സ്വാംശീകരിക്കുക, സർക്കാർ അംഗീകരിച്ച മാസ്റ്റർ പ്ലാൻ അവരുടെ മുന്നിൽ അവതരിപ്പിക്കുക, അവരുടെ നിർദ്ദേശവും പിന്തുണയും പങ്കാളിത്തവും ഉറപ്പുവരുത്തുക എന്നിവയാണ് അടിസ്ഥാന ലക്ഷ്യങ്ങളായി ഉദ്ദേശിക്കുന്നത്. വരാൻ പോകുന്ന മണ്ഡലം മകരവിളക്ക് സീസണിന്റെ വിളംബരം കൂടിയാക്കി ഇതിനെ മാറ്റണമെന്നതാണ് ഈ സംഗമത്തിലൂടെ ഉദ്ദേശിക്കുന്ന പ്രധാന കാര്യവും. മുഖ്യമന്ത്രി മുഖ്യ രക്ഷാധികാരിയായ സംഘാടക സമിതിയാണ് ഇത് നടത്തുന്നത്. രക്ഷാധികാരികൾ AN ഷംസീർ, VD സതീശൻ, VN വാസവൻ എന്നിവരാണ്. പുറമെ ദേവസ്വം ബോർഡും ദേവസ്വം വകുപ്പും മാത്രം ഉൾപ്പെട്ട ഒരു സ്റ്റിയറിംഗ് കമ്മിറ്റിയും ഉണ്ടാകും. 4 കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന സംഗമം പൂർണ്ണമായും സ്പോൺസർഷിപ്പിലൂടെ നടത്താനാണ് തീരുമാനം. 500-ലധികം പേരെ താമസിപ്പിക്കുന്നതിനും അവർക്ക് യാത്രാ സൗകര്യം ചെയ്യുന്നതിനും ചെലവ് വഹിക്കേണ്ടി വരും. ഇതിന്റെ രജിസ്ട്രേഷൻ ആരംഭിച്ചു കഴിഞ്ഞു. ശബരിമല വെർച്വൽ ക്യൂ രജിസ്ട്രേഷൻ പോർട്ടൽ വഴി രജിസ്റ്റർ ചെയ്യാം. കഴിഞ്ഞ 8-9 വർഷമായി പാസ്പോർട്ട് രേഖ പ്രകാരം ശബരിമല ദർശനം നടത്തുന്ന ഏകദേശം 15,000 പേരുണ്ട്. ഇതിൽ നിന്നും കഴിഞ്ഞ 3 വർഷമായി ദർശനം നടത്തുന്ന 4,000 പേർക്ക് വെർച്വൽ ക്യൂ വഴി രജിസ്റ്റർ ചെയ്യാനുള്ള സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. സെപ്റ്റംബർ 20-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംഗമം ഉദ്ഘാടനം ചെയ്യും. അയ്യപ്പ ഭക്തരും ജനപ്രതിനിധികളുമായിരിക്കും സംഗമത്തിൽ പൂർണ്ണമായും പങ്കെടുക്കുക. പ്രത്യേക ക്ഷണിതാക്കൾക്ക് മാത്രമായിരിക്കും പ്രവേശനം. കേരളത്തിൽ നിന്ന് 800 പേരും തമിഴ്നാട്ടിൽ നിന്ന് 500 പേരും കർണാടകത്തിൽ നിന്ന് 250 പേരും ആന്ധ്ര, തെലങ്കാന സംസ്ഥാനങ്ങളിൽ നിന്നായി 250, മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നായി 200 പേര്, വിദേശത്ത് നിന്ന് 500 പേർ എന്നതാണ് അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുന്നവരുടെ കണക്ക്.